ഇന്ന് ഒരു അത്ഭുതകരമായ കഥ പറയാൻ പോകുകയാണ്. ഒരു കമ്പനിയുടെ കഥ. അത് ഒരു ചെറിയ ബാറ്ററി മാനുഫാക്ചറർ ആയി തുടങ്ങി, പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാതാവായി മാറി. അതാണ് BYD. ബിൽഡ് യുവർ ഡ്രീംസ് എന്നതിന്റെ ചുരുക്കമാണ് BYD എന്ന പേര്. ഈ പേര് പോലെ തന്നെ ഈ കമ്പനി സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്ത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരുകാലത്ത് ടെസ്ലയുടെ CEO ആയ ഇലോൺ മസ്ക് പരിഹസിച്ച ഈ കമ്പനി ഇന്ന് ടെസ്ലയെ പിന്നിലാക്കി മേഖലയിൽ മുന്നിൽ നിൽക്കുന്നു. ഈ വീഡിയോയിൽ BYDയുടെ തുടക്കം മുതൽ അതിന്റെ ഗവേഷണം, ബാറ്ററി ടെക്നോളജി, വളർച്ച, ഒപ്പം ലോകത്തെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ആയി മാറിയ വഴികൾ വരെ എല്ലാം വിശദമായി പരിശോധിക്കും. അതിനാൽ ഈ ആവേശകരമായ യാത്രയിലേക്ക് ഒരുമിച്ച് ഇറങ്ങാം. ആദ്യം ഇലോൺ മസ്കിന്റെ ആദ്യകാല പരാമർശത്തെക്കുറിച്ച് സംസാരിക്കാം. 2011-ൽ ഒരു ബ്ലൂംബർഗ് ഇന്റർവ്യൂവിൽ ഇലോൺ മസ്കിനോട് BYDയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്ന് അവരുടെ കാർ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് അവരുടെ കാർ അത്ര ആകർഷകമല്ല, ടെക്നോളജി അത്ര ശക്തവുമല്ല. BYDക്ക് ചൈനയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അവിടെ നിന്ന് കൊളാപ്സ് ആവാതിരിക്കുക എന്നതാണ് പ്രധാനം." ഈ വാക്കുകൾ അന്ന് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ടെസ്ല അന്ന് മേഖലയിൽ ഒരു പയനീർ ആയി ഉയർന്നു വരികയായിരുന്നു. അതേസമയം BYD ഒരു സ്മോൾ പ്ലെയർ ആയി മാത്രമേ കണക്കാക്കപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ കാലം മാറി. മസ്കിന്റെ ഈ പരിഹാസം BYDയെ മോട്ടിവേറ്റ് ചെയ്തോ എന്ന് അറിയില്ല, പക്ഷേ അവർ കൊളാപ്സ് ആവുകയല്ല, മറിച്ച് ടെസ്ലയെ മറികടക്കുകയാണ് ചെയ്തത്. ഇനി BYD എങ്ങനെ തുടങ്ങി എന്ന് നോക്കാം. BYDയുടെ കഥ 1995-ൽ ചൈനയിലെ ഷെൻഷൻ എന്ന നഗരത്തിൽ ആരംഭിക്കുന്നു. വാങ് ചുവാൻഫോ എന്ന ഒരു എഞ്ചിനീയർ ആണ് ഈ കമ്പനിയുടെ സ്ഥാപകൻ. അവർ ഒരു ചെറിയ ബാറ്ററി മാനുഫാക്ചറിംഗ് കമ്പനി ആയാണ് തുടങ്ങിയത്. അന്ന് അവർക്ക് വെറും 20 എംപ്ലോയീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാങ് ചുവാൻഫോ ജനിച്ചത് ആൻവി എന്ന ഒരു ഗ്രാമീണ പ്രദേശത്താണ്. അവരുടെ കുട്ടിക്കാലം വളരെ ദുഷ്കരമായിരുന്നു. അവർ ഒരു ഓർഫനായി വളർന്നു. എൽഡർ സിബ്ലിംഗ്സ് ആണ് അവരെ വളർത്തിയത്. പക്ഷേ പഠനത്തിൽ മിടുക്കനായ വാങ് ഒരു സ്കോളർഷിപ്പ് വഴി സെൻട്രൽ സൗത്ത് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി പഠിച്ചു. പിന്നീട് ബീജിംഗ് നോൺ ഫെറസ് മെറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാറ്ററി ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നേടി. 1990-കളിൽ മൊബൈൽ ഫോൺ റെവല്യൂഷൻ തുടങ്ങിയപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു. ജാപ്പനീസ് കമ്പനീസ് ആയിരുന്നു അന്ന് ഈ മേഖലയിൽ മുന്നിൽ, പക്ഷേ അവരുടെ ബാറ്ററീസ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. വാങ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു. ഷെൻഷനെപ്പോലെ ഒരു ഇന്നവേഷൻ ഹബ്ബിൽ അവർ BYD സ്ഥാപിച്ചു. ചീപ്പർ ബാറ്ററീസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. 2000-തോടെ മോട്ടോറോള, നോക്കിയ പോലുള്ള വൻകിട കമ്പനികൾക്ക് ബാറ്ററീസ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. 2002-ൽ ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതോടെ BYD ഒരു സീരിയസ് പ്ലെയർ ആയി മാറി. BYDയുടെ വളർച്ച ഒരു അത്ഭുതകഥയാണ്. ബാറ്ററി ബിസിനസ്സിൽ ശക്തമായ ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷം 2003-ൽ അവർ ഓട്ടോമോട്ടീവ് മേഖലയിലേക്ക് കടന്നു. ഷിയാൻ ക്വിഞ്ചുവാൻ ഓട്ടോമൊബൈൽ എന്ന ഒരു സ്ട്രഗ്ലിംഗ് കാർ മാനുഫാക്ചർ അവർ അക്വയർ ചെയ്തു. അങ്ങനെ BYD ഓട്ടോ എന്ന സബ്സിഡിയറി ജനിച്ചു. 2005-ൽ അവരുടെ ആദ്യത്തെ കമ്പസ്റ്റൻ കാർ F3 ലോഞ്ച് ചെയ്തു. ഈ കാർ ടൊയോട്ട കൊറോളയെ റിസംബിൾ ചെയ്തിരുന്നെങ്കിലും വളരെ ചീപ്പർ ആയിരുന്നു. ചൈനയിൽ വൻ ഹിറ്റായി. 2008 ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവർ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് F3DM ലോഞ്ച് ചെയ്തു. അതേ വർഷം വാറൻ ബഫറ്റിന്റെ ബെർക്ഷിയർ ഹാത്വേ $230 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് BYDക്ക് ഗ്ലോബൽ അറ്റൻഷൻ നൽകി. ചൈനയുടെ ഗവൺമെന്റ് സബ്സിഡീസും അവർക്ക് വലിയ ബൂസ്റ്റായി. ബീജിംഗ് EVസിനെ പ്രൊമോട്ട് ചെയ്യാൻ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവഴിച്ചു. ടാക്സ് ബ്രേക്സ്, ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് എന്നിവ നൽകി. 2010-ൽ BYD E6 എന്ന ഫുൾ ഇലക്ട്രിക് കാർ ലോഞ്ച് ചെയ്തു. 2015-ഓടെ BYD ചൈനയിലെ ടോപ്പ് പ്രൊഡ്യൂസറായി മാറി, ടെസ്ലയെ പിന്നിലാക്കി. BYDയുടെ വിജയത്തിന്റെ ഒരു മേജർ റീസൺ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D ആണ്. ബാറ്ററി ടെക്നോളജിയിൽ എക്സ്പെർട്ട് ആയതിനാൽ അവർ മേഖലയിൽ ഇന്നവേറ്റ് ചെയ്യാൻ ഒരു യൂണീക്ക് പൊസിഷനിലായിരുന്നു. 2016-ൽ വോൾഫ്ഗാങ് എഗ്ബിർ എന്ന പ്രശസ്തനായ ഡിസൈനറിനെ ഓഡി, ആൽഫ റോമിയോ ഫെയിം അവർ ഹയർ ചെയ്തു. ഡിസൈൻ ലാംഗ്വേജിനെ ഒരു പുതിയ ലെവലിലേക്ക് ഉയർത്തി. BYD പ്ലാറ്റ്ഫോം 3.0 2021 പോലുള്ള ഇനിഷ്യേറ്റീവ്സ് അവരുടെ R&D സ്ട്രെങ്ത് കാണിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം കോർ കമ്പോണന്റ്സ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു. അവർ ബ്ലേഡ് ബാറ്ററിയിലേക്കുള്ള റിസർച്ചിന് ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്തു. 2020-ൽ ഡാർക്ക് ടൈംസിൽ പോലും വാങ് ചുവാൻഫോ R&Dയിൽ $8.4 ബില്യൺ ചെലവഴിച്ചു. സർവൈവ് ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു ഗോൾ ഇല്ലാതിരുന്നപ്പോഴും. ഈ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയാണ് BYDയെ അഹെഡ് ഓഫ് ദി കർവ് ആക്കിയത്. BYDയുടെ ബാറ്ററി ഇൻവെൻഷൻ അവരെ ഡിസ്റ്റിഗ്വിഷ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. 2020-ൽ അവർ ബ്ലേഡ് ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ലിഥിയം അയൺ ഫോസ്ഫേറ്റ് LFP ബാറ്ററി കൺവെൻഷണൽ ബാറ്ററീസിനെ അപേക്ഷിച്ച് സേഫർ, ചീപ്പർ, ലോങ്ങർ ലാസ്റ്റിംഗ് ആണ്. ബ്ലേഡ് ബാറ്ററിയുടെ യൂണിക് ഡിസൈൻ തെർമൽ റണ്ണവേ റിസ്ക് കുറക്കുന്നു. സേഫ്റ്റിയിൽ ഒരു ഗെയിം ചേഞ്ചറായി. ടെസ്ല പോലുള്ള കോമ്പറ്റിറ്റേഴ്സ് പാനസോണിക്, LG പോലുള്ള തേർഡ് പാർട്ടി സപ്ലയേഴ്സിനെ ഡിപെൻഡ് ചെയ്യുമ്പോൾ BYD വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആണ്. ലിഥിയം മൈൻസ് മുതൽ ബാറ്ററി പാക്സ് വരെ എല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നു. ഈ കോസ്റ്റ് എഫിഷ്യൻസി അവരുടെ EVസിനെ അഫോർഡബിൾ ആക്കി. ഹാൻ ബ്ലേഡ് ബാറ്ററി ഉപയോഗിക്കുന്ന ആദ്യ മോഡൽ ചൈനയിൽ ഫാസ്റ്റസ്റ്റ് ആയി അറിയപ്പെട്ടു.
ലോകത്തെ ഏറ്റവും വലിയ ഇ മാനുഫാക്ചറർ ആയി BYD എങ്ങനെ മാറി? 2023 Q4 BYD 5,26,409 ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾസ് വിറ്റു. ടെസ്ലയുടെ 4,84,507 മറികടന്നു. ഇതിനു പിന്നിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. 1. ചൈനയുടെ മാസീവ് മാർക്കറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ്. 2. അഫോർഡബിലിറ്റി, BYD സീകൾ $10,000 വിൽക്കുമ്പോൾ ടെസ്ല മോഡൽ 3 $36,000 ചൈനയിൽ തുടങ്ങുന്നത്. 3. ഹൈബ്രിഡ് മോഡൽസ്, ടെസ്ല ഫുള്ളി ഇലക്ട്രിക് മാത്രമാണ്, പക്ഷേ BYD പ്ലഗ് ഇൻ ഹൈബ്രിഡ്സും വിൽക്കുന്നു, വൈഡർ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നു. 2024 BYD 4.2 മില്യൺ വെഹിക്കിൾസ് വിറ്റു, ഒരു റെക്കോർഡ്. ഓഷ്യൻ, ഡൈനാസ്റ്റി സീരീസ് അവരുടെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയി. ഗവൺമെന്റ് സപ്പോർട്ട്, വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ, ഓവർസീസ് എക്സ്പാൻഷൻ, യൂറോപ്പ്, ബ്രസീൽ, മെക്സിക്കോ എന്നിവയും കീ റോൾസ് വഹിച്ചു. ടെസ്ല BEVയിൽ ലീഡറാണെങ്കിലും ടോട്ടൽ ഇലക്ട്രിഫൈഡ് വെഹിക്കിൾസിൽ BYD മുന്നിലാണ്. BYDയുടെ മാർക്കറ്റ് വളരെ വിശാലമാണ്. ചൈനയിൽ 36% NEV മാർക്കറ്റ് ഷെയർ അവർക്കുണ്ട്. ഓവർസീസിൽ അവർ യൂറോപ്പ്, ഹംഗറി പ്ലാന്റ്, ബ്രസീൽ, $600 മില്യൺ ഇൻവെസ്റ്റ്മെന്റ്, മെക്സിക്കോ എന്നിവയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. US, കാനഡ മാർക്കറ്റ്സിലേക്ക് എൻട്രി ചലഞ്ചിങ് ആണ് ടാരിഫ്സ് കാരണം, പക്ഷേ ഇനിവിറ്റബിൾ ആണെന്ന് എക്സ്പെർട്സ് പറയുന്നു. BYD ഇലക്ട്രിക് ബസ്സസിലും ലീഡറാണ്. നോർത്ത് അമേരിക്കയിൽ ലോസ് ആഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോ പോലുള്ള സിറ്റീസിൽ അവരുടെ ബസ്സസ് ഉപയോഗിക്കുന്നു. BYDയുടെ പാർട്ണർഷിപ്സും നോട്ടുവർത്തിയാണ്. ടൊയോട്ട, ഹീനോ മോട്ടോർസ് എന്നിവയുമായുള്ള ജോയിന്റ് വെഞ്ചേഴ്സ് EV ടെക്നോളജിയിൽ ഇന്നവേഷൻ ബ്രിങ് ചെയ്തു. വാറൻ ബഫറ്റിന്റെ സപ്പോർട്ട് അവർക്ക് ക്രെഡിബിലിറ്റി നൽകി. ചലഞ്ചസിനെക്കുറിച്ച് പറഞ്ഞാൽ EUവിന്റെ സബ്സിഡി പ്രോബ്, US ടാരിഫ്സ്, ലിഥിയം ഷോർട്ടേജ് എന്നിവ റിസ്ക്സ് ആണ്. പക്ഷേ BYDയുടെ അഡാപ്റ്റബിലിറ്റി അവരെ അഹഡ് നിർത്തുന്നു. BYDയുടെ വിജയത്തിനു പിന്നിൽ അവരുടെ ഐക്കോണിക് വെഹിക്കിൾ മോഡൽസും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി അവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ആദ്യം ഹാനിവിയെക്കുറിച്ച് പറയാം. 2020 ലോഞ്ച് ചെയ്ത ഹാനിവി ഒരു ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് സെഡാനാണ്. ബ്ലേഡ് ബാറ്ററി ഉപയോഗിക്കുന്ന ഈ വണ്ടി ചൈനയിൽ പ്രീമിയം സെഗ്മെന്റിൽ ടെസ്ല മോഡൽ 3 ഒരു ഡയറക്ട് കോമ്പറ്റിറ്റർ ആയി നിന്നു. 605 കിലോമീറ്റേഴ്സ് റേഞ്ചും 0 മുതൽ 100 വരെ വേഗത 3.9 സെക്കൻഡ്സിൽ എത്തുന്ന ആക്സലറേഷനും ഇതിന്റെ ഹൈലൈറ്റ്സ് ആണ്. ഹാനിവിയുടെ സ്ലീക്ക് ഡിസൈനും അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റവും ബയേഴ്സിനെ ഇംപ്രസ് ചെയ്തു. 2023 ഹാൻ സീരീസ് 2,80,000 യൂണിറ്റ്സിന് മുകളിൽ വിറ്റു. ഇത് BYDയുടെ എഞ്ചിനീയറിംഗ് പ്രോവസ് കാണിക്കുന്നു. അടുത്തത് ടാങ് EV. 2018 ആദ്യം ഹൈബ്രിഡ് ആയി ലോഞ്ച് ചെയ്ത ടാങ് പിന്നീട് ഫുൾ ഇലക്ട്രിക് വെർഷനായി ഇവോൾവ് ചെയ്തു. ഈ SUV 7 സീറ്ററാണ്, ഫാമിലി ബയേഴ്സിന് ഐഡിയലാണ്. 565 കിലോമീറ്റേഴ്സ് റേഞ്ചും ഓൾ വീൽ ഡ്രൈവ് കപ്പാബിലിറ്റിയും ഇതിനെ പോപ്പുലർ ആക്കി. ടാങ് EV യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് നോർവേ പോലുള്ള EV ഫ്രണ്ട്ലി മാർക്കറ്റ്സിൽ BYDയുടെ ഗ്ലോബൽ അപ്പീൽ വർദ്ധിച്ചു. 2022 ടാങ് EV നോർവേയിൽ ടോപ്പ് സെല്ലിംഗ് EV SUV ആയി മാറി. BYD ആറ്റോ 3 അല്ലെങ്കിൽ യുവാൻ പ്ലസ് അഫോർഡബിൾ സെഗ്മെന്റിൽ ഒരു സ്റ്റാർ ആണ്. 2021 ലോഞ്ച് ചെയ്ത ഈ കോമ്പാക്ട് ക്രോസ്ഓവർ ബ്ലേഡ് ബാറ്ററി ഉപയോഗിക്കുന്നു. 420 മുതൽ 510 വരെ കിലോമീറ്റേഴ്സ് റേഞ്ച് ഓഫർ ചെയ്യുന്നു. ആറ്റോ 3 ഓസ്ട്രേലിയ, ഇന്ത്യ, തായ്ലൻഡ് പോലുള്ള മാർക്കറ്റ്സിൽ വൻ ഹിറ്റായി. $20,000 പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു EV റെയർ ആണ്. 2023 ആറ്റോ 3 ഒറ്റയ്ക്ക് 2 ലക്ഷം യൂണിറ്റ്സ് വിറ്റു. BYDയുടെ മാസ് മാർക്കറ്റ് സ്ട്രാറ്റജിയുടെ ശക്തി ഇത് കാണിക്കുന്നു. ഒടുവിൽ സീഗിനെ മെൻഷൻ ചെയ്യാതെ വയ്യ. 2023 ലോഞ്ച് ചെയ്ത സീഗിൾ ഒരു അൾട്രാ അഫോർഡബിൾ EV ആണ്. $10,000 താഴെ വിലയിൽ അവൈലബിൾ. 305 കിലോമീറ്റേഴ്സ് റേഞ്ചും കോമ്പാക്ട് ഡിസൈനും ഉള്ള ഈ ഹാച്ച്ബാക്ക് ചൈനയിലെ അർബൻ ബയേഴ്സിന് ഫേവറിറ്റ് ആയി. സീഗിൾ ടെസ്ലയെ പ്രൈസ് വാറിലേക്ക് വലിച്ചിഴച്ചു. ടെസ്ലക്ക് പ്രൈസ് കുറയ്ക്കാൻ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ഈ മോഡൽസ് BYDയെ വെർസ്റ്റൈൽ മാനുഫാക്ചറർ ആക്കി. BYDയുടെ ടെക്നോളജിക്കൽ ഇന്നവേഷൻസ് ബാറ്ററിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബ്ലേഡ് ബാറ്ററി ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നെങ്കിലും അവർ മറ്റു മേഖലകളിലും അഹഡ് ആണ്. ഈ പ്ലാറ്റ്ഫോം 3.0 ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. 2021 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പ്ലാറ്റ്ഫോം BYDയുടെ EV ആർക്കിടെക്ചറിനെ റീഡിഫൈൻ ചെയ്തു. മോട്ടോർ, ബാറ്ററി, ഇലക്ട്രോണിക്സ് എന്നിവ ഇന്റഗ്രേറ്റ് ചെയ്ത് വെയിറ്റ് കുറച്ചു, എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു. 1000 കിലോമീറ്റേഴ്സ് റേഞ്ച് പൊട്ടൻഷ്യലും 800 V ഫാസ്റ്റ് ചാർജിംഗ് കപ്പാബിലിറ്റിയും ഈ പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചേഴ്സാണ്. ഡോൾഫിൻ, സീൽ പോലുള്ള മോഡൽസ് ഇതിൽ ബിൽഡ് ചെയ്തു. BYDയുടെ ഡി പൈലറ്റ് സിസ്റ്റം ഓട്ടോണമസ് ഡ്രൈവിംഗിലേക്കുള്ള അവരുടെ സ്റ്റെപ്പ് ആണ്. ലെവൽ 2+ ഓട്ടോണമി ഓഫർ ചെയ്യുന്ന ഈ സിസ്റ്റം ടെസ്ലയുടെ ഓട്ടോപൈലറ്റിന് സിമിലർ ആണ്. ക്യാമറാസ്, റഡാർ, അൾട്രാസോണിക് സെൻസേഴ്സ് എന്നിവ ഉപയോഗിച്ച് ട്രാഫിക് നാവിഗേഷൻ, പാർക്കിംഗ് എന്നിവ മാനേജ് ചെയ്യുന്നു. 2023 ഹാൻ EV, ടാങ് EV എന്നിവയിൽ ഡി പൈലറ്റ് സ്റ്റാൻഡേർഡ് ആയി വന്നു. ഫ്യൂച്ചറിൽ ലെവൽ 4 ഓട്ടോണമി ടാർഗറ്റ് ചെയ്യുന്നതായി BYD അനൗൺസ് ചെയ്തു. ഇൻവീൽ മോട്ടോർ ടെക്നോളജിയും BYD എക്സ്പ്ലോർ ചെയ്യുന്നു. കൺവെൻഷണൽ EVസിൽ മോട്ടോർ ആക്സലിനോട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഇൻവീൽ മോട്ടോർസ് നേരിട്ട് വീൽസിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നു. ഇത് എഫിഷ്യൻസിയും സ്പേസ് യൂട്ടിലൈസേഷനും ഇംപ്രൂവ് ചെയ്യുന്നു. 2024 എക്സ്പെരിമെന്റൽ മോഡൽസ് ഇതിൽ ടെസ്റ്റ് ചെയ്തു.
സെമികണ്ടക്ടർ പ്രൊഡക്ഷനിലേക്കും BYD എക്സ്പാൻഡ് ചെയ്തു. BYD സെമികണ്ടക്ടർ ഡിവിഷൻ IGBT ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. EV പെർഫോമൻസിന് ക്രിട്ടിക്കലാണ്. ഈ ഇന്നവേഷൻസ് BYDയെ ടെക്നോളജി ലീഡറാക്കി. BYDയുടെ ഗ്ലോബൽ എക്സ്പാൻഷൻ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. ചൈനയിൽ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം അവർ ഓവർസീസ് മാർക്കറ്റ്സിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. യൂറോപ്പ് ഒരു കീ ടാർഗറ്റ് ആയിരുന്നു. 2021-ൽ നോർവേയിൽ ടാങ് EV ലോഞ്ച് ചെയ്തതാണ് തുടക്കം. നോർവേ ഒരു EV പവർഹൌസ് BYDക്ക് ക്രെഡിബിലിറ്റി നൽകി. 2023-ൽ ഹംഗറിയിൽ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് അനൗൺസ് ചെയ്തു. മാർക്കറ്റിന് ലോക്കൽ പ്രൊഡക്ഷൻ എനേബിൾ ചെയ്യുന്നു. ജർമ്മനി, ഫ്രാൻസ്, UK എന്നിവയിൽ BYD മോഡൽസ് 2024-ൽ അവൈലബിൾ ആയി. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ ഒരു മേജർ ഹബ്ബാണ്. $600 മില്യൺ ഇൻവെസ്റ്റ്മെന്റിനോടെ BYD 2023-ൽ ബ്രസീലിൽ പ്ലാന്റ് തുറന്നു. ആറ്റോ 3, ഡോൾഫിൻ എന്നിവ അവിടെ അസംബിൾ ചെയ്യുന്നു. മെക്സിക്കോയിൽ റീഡയിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തു. നോർത്ത് അമേരിക്കയിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി. ഏഷ്യയിൽ തായ്ലൻഡ്, ഇന്ത്യ, സിംഗപ്പൂർ എന്നിവയിൽ BYD പ്രസൻസ് വർദ്ധിപ്പിച്ചു. തായ്ലൻഡിൽ 2024-ൽ ഫാക്ടറി തുറന്നു. ആനുവൽ കപ്പാസിറ്റി 1,50,000 വെഹിക്കിൾസ് ആണ്. US മാർക്കറ്റ് ചലഞ്ചിങ് ആണ്. ടാരിഫ്സ്, പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്നിവ ഒബ്സ്റ്റാക്കിൾസ് ആണ്. പക്ഷേ BYD ഇലക്ട്രിക് ബസ്സസ് US-ൽ പോപ്പുലറാണ്. കാലിഫോർണിയയിൽ ലാൻകാസ്റ്റർ പ്ലാന്റ് 2013 മുതൽ ബസ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലോസ് ആഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോ പോലുള്ള സിറ്റീസ് BYD ബസ്സസ് ഉപയോഗിക്കുന്നു. പാസഞ്ചർ കാർസ് US-ലേക്ക് എൻട്രി ഇനിവിറ്റബിൾ ആണെന്ന് അനലിസ്റ്റ്സ് പ്രഡിക്റ്റ് ചെയ്യുന്നു. BYDയുടെ സ്ട്രാറ്റജി ലോക്കലൈസ് പ്രൊഡക്ഷൻ, അഡാപ്റ്റ് ടു റെഗുലേഷൻസ്, ബിൽഡ് ബ്രാൻഡ് ട്രസ്റ്റ് അവരെ ഗ്ലോബൽ ജയന്റാക്കി. BYDയുടെ വിജയം ഫ്ലോലെസ് അല്ല, ചലഞ്ചസുമുണ്ട്. 1. കോമ്പറ്റീഷൻ. ടെസ്ല, ഫോക്സ്വാഗൺ, ടൊയോട്ട പോലുള്ള ജയന്റ്സ് EV സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടെസ്ലയുടെ പ്രൈസ് കട്ട്സ് BYDയെ പ്രഷറാക്കി. ചൈനയിൽ NIO, XPeng പോലുള്ള സ്റ്റാർട്ടപ്സും ത്രഡിൻ ചെയ്യുന്നു. 2. സപ്ലൈ ചെയിൻ ഇഷ്യൂസ്. ലിഥിയം, കോബാൾട്ട് പോലുള്ള റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് ഗ്ലോബൽ ചലഞ്ചാണ്. 2022-ൽ ലിഥിയം പ്രൈസസ് സ്കൈറോക്കറ്റ് ചെയ്തപ്പോൾ BYD കോസ്റ്റ് കൺട്രോളിന് സ്ട്രഗിൾ ചെയ്തു. 3. ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ്. EUവിന്റെ 2023 സബ്സിഡി പ്രോബ് BYDയെ ടാർഗറ്റ് ചെയ്തു. ചൈനയുടെ ഗവൺമെന്റ് സപ്പോർട്ട് അൺഫെയർ അഡ്വാൻറ്റേജ് ആണെന്ന് അല്ലീജ് ചെയ്തു. ടാരിഫ്സ് 17-36% BYDയുടെ യൂറോപ്പ് എക്സ്പാൻഷന് ബ്ലോ ആയി. US-ൽ 27.5% ടാരിഫ് BYD കാർസിനെ അൺവെബിൾ ആക്കുന്നു. 4. ക്വാളിറ്റി കൺസേൺസ്. എയർലി മോഡൽസ് F3, E6 റിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബ്രാൻഡ് ഇമേജിന് സെറ്റ്ബാക്ക് ആയി. എന്നാൽ BYD റെസിലിയൻസ് കാണിച്ചു. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു. സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫൈ ചെയ്തു. ഡിപ്ലോമസി ഉപയോഗിച്ച് ടെൻഷൻസ് നാവിഗേറ്റ് ചെയ്തു. BYDയുടെ ഫ്യൂച്ചർ എന്താണ്? എക്സ്പെർട്സ് പറയുന്നത് 2030-ഓടെ BYD ഗ്ലോബൽ EV മാർക്കറ്റിന്റെ 20-25% ക്യാച്ചർ ചെയ്യുമെന്നാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടെക്നോളജിയിലേക്ക് BYD എക്സ്പാൻഡ് ചെയ്യുന്നു. 2023-ൽ പ്രോട്ടോടൈപ്പ് ട്രക്ക് റിവീൽ ചെയ്തു. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഡോമിനൻസ് കണ്ടിന്യൂ ചെയ്യും. ഇലക്ട്രിക് ബസ്സസ്, ടാക്സിസ് ലോകമെമ്പാടും സ്കെയിൽ ചെയ്യുന്നു. ലക്ഷറി സെഗ്മെന്റിൽ യാങ്വാങ് ബ്രാൻഡ് U8, U9 2023-ൽ ലോഞ്ച് ചെയ്തു. $150,000 പ്രൈസ് റേഞ്ചിൽ ടെസ്ല പ്ലൈഡിനെ ചലഞ്ച് ചെയ്യുന്നു. ഓട്ടോണമസ് ഡ്രൈവിംഗിലും BYD ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡീപ് പൈലറ്റ് ലെവൽ 4 2027-ഓടെ ടാർഗറ്റ് ചെയ്യുന്നു. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് പോലുള്ള എമർജിംഗ് മാർക്കറ്റ്സിലേക്കും എൻട്രി പ്ലാൻ ചെയ്യുന്നു. സസ്റ്റൈനബിലിറ്റി ഒരു ഫോക്കസ് ആണ്. കാർബൺ ന്യൂട്രൽ പ്രൊഡക്ഷൻ 2035-ഓടെ അച്ചീവ് ചെയ്യാൻ കമ്മിറ്റ്മെന്റുണ്ട്. ചലഞ്ചസ് ഡിസ്പൈറ്റ് BYDയുടെ അഡാപ്റ്റബിലിറ്റി, ഇന്നവേഷൻ അവരെ അഹഡ് നിർത്തും. BYDയുടെ വിജയം കേവലം ബിസിനസ് അച്ചീവ്മെന്റ് മാത്രമല്ല, എൻവയൺമെന്റൽ ഇമ്പാക്റ്റിലും വലിയ കോൺട്രിബ്യൂഷനുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ് ലോകത്തെ ഫോസിൽ ഫ്യൂവൽ ഡിപെൻഡൻസിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു മൂവ്മെന്റാണ്. BYD ഇതിൽ ഒരു ലീഡറായി നിൽക്കുന്നു. 2023-ൽ BYD ഏകദേശം 4.2 മില്യൺ ഇലക്ട്രിഫൈഡ് വെഹിക്കിൾസ് വിറ്റു. ഇതിൽ മജോറിറ്റി പൂൾ EVs ആയിരുന്നു. ഈ വെഹിക്കിൾസ് പെട്രോൾ, ഡീസൽ കാർസിന് പകരം ഉപയോഗിക്കപ്പെടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഗണ്യമായി കുറയുന്നു. അനലിസ്റ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് BYDയുടെ EVs 2023-ൽ മാത്രം 10 മില്യൺ മെട്രിക് ടൺസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറച്ചു എന്നാണ്. ഒരു വലിയ എൻവയൺമെന്റൽ വിൻ. BYDയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലും സസ്റ്റൈനബിലിറ്റി ഒരു ഫോക്കസ് ആണ്. 2022-ൽ അവർ കാർബൺ ന്യൂട്രൽ മാനുഫാക്ചറിംഗ് പ്ലാന്റിന്റെ പൈലറ്റ് പ്രോജക്ട് ഷെൻഷനിൽ സ്റ്റാർട്ട് ചെയ്തു. സോളാർ പാനൽസ്, എനർജി എഫിഷ്യന്റ് മഷീനറി എന്നിവ ഉപയോഗിച്ച് ഫാക്ടറി എമിഷൻസ് 50% കുറച്ചു. 2035-ഓടെ ഫുൾ കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാൻ BYD കമ്മിറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ബാറ്ററി റീസൈക്ലിംഗും അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ബ്ലേഡ് ബാറ്ററിയുടെ മെറ്റീരിയൽസ് 95% റീസൈക്ലബിൾ ആണ്. ലിഥിയം, അയൺ, ഫോസ്ഫേറ്റ് പോലുള്ള റിസോഴ്സസ് റീയൂസ് ചെയ്യുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ BYDയുടെ ഇലക്ട്രിക് ബസ്സസ് ഒരു ഗെയിം ചേഞ്ചറാണ്. 2024-ന്റെ ഡാറ്റ പ്രകാരം 80,000+ BYD ബസ്സസ് ലോകമെമ്പാടും ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ഡീസൽ ബസ്സിനെ അപേക്ഷിച്ച് ഒരു ഇലക്ട്രിക് ബസ് വർഷത്തിൽ 60 ടൺസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറക്കുന്നു.
ലണ്ടൻ, ബൊഗോട്ട, ലോസ് ആഞ്ചലസ് പോലുള്ള സിറ്റീസിൽ BYD ബസ്സസ് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തു. എൻവയൺമെന്റലിസ്റ്റ്സ് BYDയെ പ്രൈസ് ചെയ്യുന്നു. ഗ്രീൻ റെവല്യൂഷന് ഒരു കാറ്റലിസ്റ്റ് ആയി അവർ നിൽക്കുന്നു. BYDയുടെ വളർച്ചയിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ് ഒരു ക്രിട്ടിക്കൽ റോൾ വഹിച്ചിട്ടുണ്ട്. ആദ്യം വാറൻ ബഫറ്റിന്റെ ബെർക്ക്ഷയർ ഹാത്വേയെ മെൻഷൻ ചെയ്യാം. 2008-ൽ $230 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് BYDക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഗ്ലോബൽ റെക്കഗ്നിഷനും നൽകി. ബഫറ്റിന്റെ ബാക്കിംഗ് വാൾ സ്ട്രീറ്റിന്റെ ട്രസ്റ്റ് ഇൻ ചെയ്തു. BYD സ്റ്റോക്ക് പ്രൈസ് 2008-ന് ശേഷം 10 ടൈംസ് വർദ്ധിച്ചു. ടൊയോട്ടയുമായുള്ള പാർട്ണർഷിപ്പ് ഒരു മൈൽസ്റ്റോൺ ആയിരുന്നു. 2019-ൽ BYDയും ടൊയോട്ടയും ജോയിന്റ് വെഞ്ചർ അനൗൺസ് ചെയ്തു. ടൊയോട്ടയുടെ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടീസും BYDയുടെ ബാറ്ററി ടെക്നോളജിയും കമ്പൈൻ ചെയ്ത് EVs ഡെവലപ്പ് ചെയ്യാൻ 2022-ൽ BZ3 എന്ന സെഡാൻ ലോഞ്ച് ചെയ്തു. ബ്ലേഡ് ബാറ്ററി ഉപയോഗിക്കുന്ന ടൊയോട്ടയുടെ ആദ്യ EV. ഈ കൊളാബറേഷൻ BYDയെ ജാപ്പനീസ് മാർക്കറ്റിലേക്ക് എക്സ്പോസ് ചെയ്തു. ടൊയോട്ടയുടെ ബ്രാൻഡ് പവർ ലെവറേജ് ചെയ്തു. ഹിനോ മോട്ടോർസുമായുള്ള ടൈ അപ്പ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലേക്ക് BYDയെ കൊണ്ടുപോയി. 2021-ൽ ഇലക്ട്രിക് ട്രക്സ് ഡെവലപ്പ് ചെയ്യാൻ അഗ്രിമെന്റ് ഉണ്ടാക്കി. ഡൈംലർ AGയുമായി ഡെൻസ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ലക്ഷറി EVs ടാർഗറ്റ് ചെയ്യുന്നു. 2023-ൽ ഡെൻസ N7 ലോഞ്ച് ചെയ്തു. ചൈനയിൽ പ്രീമിയം ബയേഴ്സിനെ അറ്റ് ചെയ്തു. ടെക് ജയൻസ് പോലുള്ള ഹുവാവേയുമായി BYD കോളാബറേറ്റ് ചെയ്തു. ഡീപ് പൈലറ്റ് സിസ്റ്റത്തിന് ഹുവാവേയുടെ 5G AI ടെക് ഉപയോഗിച്ചു. ഈ പാർട്ണർഷിപ്സ് BYDയെ ഡൈവേഴ്സിഫൈ ചെയ്ത് ക്രെഡിബിലിറ്റി ബൂസ്റ്റ് ചെയ്തു. BYDയുടെ ജേണിയിൽ കോമ്പറ്റിറ്റേഴ്സ് ഒരു കോൺസ്റ്റന്റ് ചലഞ്ചാണ്. ടെസ്ല ഒരു പ്രൈമറി റൈവലാണ്. ഇലോൺ മസ്കിന്റെ കമ്പനി ഇന്നവേഷനിലും ബ്രാൻഡ് വാല്യൂവിലും അഹഡ് ആയിരുന്നു. 2023-ൽ ടെസ്ല മോഡൽ Y ലോകത്തെ ബെസ്റ്റ് സെല്ലിംഗ് EV ആയി. BYD ആറ്റോ 3 രണ്ടാമത്. ടെസ്ലയുടെ പ്രൈസ് കട്ട്സ് മോഡൽ 3 $36,000 ചൈനയിൽ കുറച്ചു. BYDയെ പ്രൈസ് വാറിലേക്ക് ഫോഴ്സ് ചെയ്തു. എന്നാൽ BYDയുടെ കോസ്റ്റ് അഡ്വാൻറ്റേജ്, വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ അവരെ കോമ്പറ്റിറ്റീവ് ആക്കി. ചൈനയിൽ NIO, XPeng, Li Auto പോലുള്ള സ്റ്റാർട്ടപ്സും ത്രെറ്റ്സ് ആണ്. NIOയുടെ ബാറ്ററി സ്വാപ്പിംഗ് ടെക്കും XPengന്റെ ഓട്ടോണമസ് ഡ്രൈവിംഗ് ഫോക്കസും BYDക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ഗ്ലോബൽ പ്ലെയേഴ്സ് പോലുള്ള ഫോക്സ്വാഗൺ, ID സീരീസ്, ഹ്യുണ്ടായി, അയോണിക്, ഫോർഡ്, മസ്റ്റാങ് മാഷ് എന്നിവയും EV സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. VWന്റെ $20 ബില്യൺ ചൈന ഇൻവെസ്റ്റ്മെന്റ് 2023-ൽ BYDയുടെ ഹോം മാർക്കറ്റിനെ ചലഞ്ച് ചെയ്തു. BYDയുടെ റെസ്പോൺസ് ഇംപ്രസീവ് ആണ്. അഫോർഡബിൾ പ്രൈസിംഗ്, ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ, ഹൈബ്രിഡ്സ് പ്ലസ് EVs, റാപ്പിഡ് പ്രൊഡക്ഷൻ സ്കെയിൽ എന്നിവയിൽ ഫോക്കസ് ചെയ്തു. 2024-ൽ BYD 4.2 മില്യൺ യൂണിറ്റ്സ് വിറ്റപ്പോൾ ടെസ്ല 1.8 മില്യണിൽ സ്റ്റോപ്പ് ചെയ്തു. ടോട്ടൽ ഇലക്ട്രിഫൈഡ് വെഹിക്കിൾസിൽ BYD അഹഡ് ആണ്. കോമ്പറ്റിറ്റേഴ്സിനെ ഔട്ട്പേസ് ചെയ്യുന്നു. BYDയുടെ സക്സസിന് പിന്നിൽ അവരുടെ വർക്ക്ഫോഴ്സും ഒരു കീ ഫാക്ടറാണ്. 2024-ന്റെ ഡാറ്റ പ്രകാരം BYDക്ക് 7 ലക്ഷം പ്ലസ് എംപ്ലോയീസ് ഉണ്ട്. ലോകത്തെ ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് വർക്ക്ഫോഴ്സസിൽ ഒന്ന്. വാങ് ചുവാൻഫുവിന്റെ ലീഡർഷിപ്പ് വിഷൻ ഡ്രിവൻ ആണ്. എംപ്ലോയീസിനെ ഫാമിലി ആയി കാണുന്ന കൾച്ചർ BYD ഊന്നി പറയുന്നു. ഷെൻഷനിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു ക്യാമ്പസ് പോലെയാണ്. ഹൗസിംഗ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എന്നിവ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നു. R&Dയിൽ 70,000 എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇന്നവേഷന്റെ ബാക്ക്ബോൺ. BYD ആനുവൽ ട്രെയിനിംഗ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. ലേറ്റസ്റ്റ് ടെക്ലിനിൽ സ്റ്റാഫിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. വിമൻ എംപ്ലോയീസ് 40%, ഇൻഡസ്ട്രി ആവറേജിനെ മറികടക്കുന്നു. 2023-ൽ BYD ബെസ്റ്റ് എംപ്ലോയർ ഇൻ ചൈന അവാർഡ് നേടി. എന്നാൽ ചലഞ്ചസുമുണ്ട്. 2022-ൽ ലേബർ പ്രൊട്ടസ്റ്റസ് ഓവർ വർക്കിംഗ് അവേഴ്സ് റിപ്പോർട്ട് ചെയ്തു. BYD വേജസ് ഇൻക്രീസ് ചെയ്ത് റെസ്പോൺസ് കാണിച്ചു. വർക്ക്ഫോഴ്സ് ഡെഡിക്കേഷൻ BYDയെ സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. BYDയുടെ വെഹിക്കിൾസ് കസ്റ്റമേഴ്സ് എങ്ങനെ റിസീവ് ചെയ്തു? ചൈനയിൽ BYD ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. അഫോർഡബിൾ പ്രൈസിംഗും റിലബിലിറ്റിയും മിഡിൽ ക്ലാസ് ബയേഴ്സിനെ അറ്റ് ചെയ്തു. ഹാൻ EV, ടാങ് EV പോലുള്ള പ്രീമിയം മോഡൽസ് വെൽത്തി കസ്റ്റമേഴ്സിനെ ഇംപ്രസ് ചെയ്തു. 2023-ൽ JD പവർ സർവേയിൽ BYD ചൈനയിൽ ടോപ്പ് EV ബ്രാൻഡ് സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് നേടി. ഓവർസീസിൽ റിസപ്ഷൻ മിക്സഡ് ആണ്. നോർവേയിൽ ടാങ് EV പ്രൈസ് നേടി. ടെസ്ലയേക്കാൾ വാല്യൂ ഫോർ മണി എന്ന് റിവ്യൂസ് പറഞ്ഞു. എന്നാൽ എർലി എക്സ്പോർട്സ് E6 ക്വാളിറ്റി കംപ്ലയിന്റ്സ് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ 2010-കളിൽ റേഞ്ച് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തു. BYD ഇംപ്രൂവ് ചെയ്തു. ആറ്റോ 3, സീഗിൾ പോലുള്ള മോഡൽസ് ഗ്ലോബൽ ബയേഴ്സിനെ വിൻ ചെയ്തു. ബ്രാൻഡ് പെർസെപ്ഷൻ ഇവോൾവ് ചെയ്തു. ചീപ്പ് ചൈനീസ് ബ്രാൻഡ് എന്ന ഇമേജിന് പകരം ഇന്നവേറ്റീവ് EV ലീഡർ ആയി മാറി. സോഷ്യൽ മീഡിയയിൽ BYD ഫാൻസ് ആക്റ്റീവ് ആണ്. യൂട്യൂബ്, എക്സിൽ റിവ്യൂസ് വൈറൽ ആവുന്നു. BYDയുടെ വിജയത്തിന് പിന്നിൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു ചെറിയ ബാറ്ററി മാനുഫാക്ചറർ എങ്ങനെ ഗ്ലോബൽ EV ജയന്റ് ആയി മാറി എന്നതിൽ ബ്രാൻഡിംഗ് ഒരു കീ റോളാണ്. BYDയുടെ സ്ലോഗൻ ബിൽഡ് യുവർ ഡ്രീംസ് ലോകമെമ്പാടും റെസൊനേറ്റ് ചെയ്യുന്നു. ഇന്നവേഷനും ആസ്പിരേഷനും കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്. ചൈനയിൽ BYD മാസ് മാർക്കറ്റ് അപ്രോച്ച് എടുത്തു. അഫോർഡബിൾ പ്രൈസിംഗ് ഊന്നിപ്പറഞ്ഞ് മിഡിൽ ക്ലാസ് ഫാമിലീസിനെ ടാർഗറ്റ് ചെയ്തു. TV ആഡ്സ്, ബിൽബോർഡ്സ് എന്നിവയിൽ EVകൾ എല്ലാവർക്കും എന്ന തീം പ്രൊമോട്ട് ചെയ്തു.
സീഗളിന്റെ $10,000 പ്രൈസ് ടാഗ് ഒരു ഹെഡ്ലൈൻ ആയി മാറി. ഓവർസീസിൽ BYD പ്രീമിയം ബ്രാൻഡിംഗും അഫോർഡബിലിറ്റിയും ബാലൻസ് ചെയ്തു. യൂറോപ്പിൽ ടാങ് EV ലോഞ്ച് ചെയ്തപ്പോൾ ചൈനീസ് ടെസ്ല എന്ന ഇമേജ് അവോയ്ഡ് ചെയ്ത് ഗ്ലോബൽ ഇന്നവേറ്റർ എന്ന ഐഡന്റിറ്റി ബിൽഡ് ചെയ്തു. നോർവേയിൽ ഇൻഫ്ലുവൻസേഴ്സ്, ഓട്ടോ ഷോസ് എന്നിവ ഉപയോഗിച്ച് ബസ് ക്രിയേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ശക്തമാണ്. യൂട്യൂബിൽ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസും എക്സിൽ കസ്റ്റമർ ടെസ്റ്റിമോണിയൽസും വൈറലായി. ഇന്ത്യയിൽ ആറ്റോ 3 ലോഞ്ചിന് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സ്, ക്രിക്കറ്റേഴ്സ്, ആക്ടേഴ്സ് ഉപയോഗിച്ചു. BYD പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ലെവറേജ് ചെയ്തു. ഇലക്ട്രിക് ബസ്സസ് ലോകമെമ്പാടും ഡിപ്ലോയ് ചെയ്ത് ബ്രാൻഡ് വിസിബിലിറ്റി വർദ്ധിപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ BYD ബസ്സസ് ഗ്രീൻ CET കാമ്പയിന്റെ പാർട്ട് ആയി ഫീച്ചർ ചെയ്തു. BYD പാർട്ണർഷിപ്സും മാർക്കറ്റിംഗ് ടൂൾ ആയി ടൊയോട്ട, ബഫറ്റ് എന്നിവരുമായുള്ള ടൈ അപ്സ് ക്രെഡിബിലിറ്റി നൽകി. ഡിസ്കൗണ്ട്സ്, ട്രേഡ് ഇൻ ഓഫേഴ്സ് എന്നിവയിലൂടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്തു. 2023-ൽ BYD $500 മില്യൺ മാർക്കറ്റിംഗ് ബജറ്റ് സ്പെൻഡ് ചെയ്തു. ടെസ്ലയെ ഔട്ട് മാർക്കറ്റ് ചെയ്തു. BYDയുടെ റൈസ് ഗ്ലോബൽ EV പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ BYD ഗവൺമെന്റിന്റെ EV അഡോപ്ഷന്റെ പോസ്റ്റർ ചൈൽഡ് ആയി മാറി. 2009-ൽ ബീജിംഗ് NEV ന്യൂ എനർജി വെഹിക്കിൾ സബ്സിഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ BYD ആദ്യ ബെനിഫിഷ്യറീസിൽ ഒന്നായിരുന്നു. ഗവൺമെന്റ് ടാക്സ് ബ്രേക്സ്, ഫ്രീ ലൈസൻസ് പ്ലേറ്റ്സ് എന്നിവ BYD E6, F3DM പോലുള്ള മോഡൽസിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. BYDയുടെ സക്സസ് കണ്ട് ചൈന 2020-ൽ EV ടാർഗറ്റ്സ് ആംബിഷ്യസ് ആക്കി. 25% വെഹിക്കിൾ സെയിൽസ് 2025-ഓടെ NEVs ആക്കാൻ പ്ലാൻ ചെയ്തു. യൂറോപ്പിലും BYD ഇമ്പാക്ട് ഉണ്ട്. നോർവേയിൽ ടാങ് EVയുടെ പോപ്പുലാരിറ്റി 2023-ൽ EV ഇൻസെന്റിവ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രോംപ്റ്റ് ചെയ്തു. EUവിന്റെ ഗ്രീൻ ഡീലിന് BYD ഇൻഡയറക്ട് കോൺട്രിബ്യൂഷൻ നൽകി. അഫോർഡബിൾ EVs സപ്ലൈ ചെയ്ത് കാർബൺ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ബ്രസീലിൽ BYD പ്ലാന്റ് 2023-ൽ തുറന്നപ്പോൾ ലോക്കൽ ഗവൺമെന്റ് EV ടാക്സ് റിഡക്ഷൻസ് അനൗൺസ് ചെയ്തു. BYDയുടെ പ്രസൻസ് കാറ്റലിസ്റ്റായി. US-ൽ BYD ബസ്സസ് കാലിഫോർണിയയുടെ സീറോ എമിഷൻ ബസ് മാൻഡേറ്റ് 2030 ആക്സലറേറ്റ് ചെയ്തു. BYDയുടെ സ്കെയിൽ നയങ്ങൾക്ക് ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്തു. ഗവൺമെന്റ്സ് അവരെ കേസ് സ്റ്റഡി ആയി ഉപയോഗിച്ചു. ക്രിട്ടിക്സ് പറയുന്നു ചൈനയുടെ സബ്സിഡീസ് BYDയെ അൺഫെയർലി ബൂസ്റ്റ് ചെയ്തു. പക്ഷേ BYDയുടെ ഇന്നവേഷൻ പോളിസീസിനെ ഷേപ്പ് ചെയ്തതിൽ ഡൗട്ടില്ല. BYDയുടെ ഇക്കണോമിക് ഇമ്പാക്ട് വൻതോതിലാണ്. ചൈനയിൽ BYD ജോബ് ക്രിയേഷന്റെ പവർഹൌസ് ആണ്. 7 ലക്ഷം പ്ലസ് എംപ്ലോയീസ് ഉള്ള BYD ഷെൻഷനിന്റെ GDPയിൽ 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 2023-ൽ BYD $151 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്തു. ചൈനയുടെ ഓട്ടോമോട്ടീവ് സെക്ടറിന്റെ 15% വരും. സപ്ലയേഴ്സ്, ഡീലർഷിപ്സ് എന്നിവയിലൂടെ ഇൻഡയറക്ട് ജോബ്സ് ലക്ഷങ്ങളുണ്ട്. ലിഥിയം മൈനിങ്, ബാറ്ററി പ്രൊഡക്ഷൻ എന്നിവയിൽ BYD ഇക്കണോമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്തു. ഗ്ലോബലി BYD ട്രേഡ് ബാലൻസസ് അഫക്ട് ചെയ്തു. 2024-ൽ $40 ബില്യൺ എക്സ്പോർട്ട് വാല്യൂ ഉണ്ടായി. ഹംഗറി, ബ്രസീൽ പ്ലാന്റ്സ് ലോക്കൽ ഇക്കണോമീസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. തായ്ലൻഡിൽ ഫാക്ടറി 10,000 ജോബ്സ് ക്രിയേറ്റ് ചെയ്തു. BYD സ്റ്റോക്ക് ഹോങ്കോങ് എക്സ്ചേഞ്ചിൽ 2002 മുതൽ 50x വർദ്ധിച്ചു. ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ജനറേറ്റ് ചെയ്തു. എന്നാൽ ചലഞ്ചസും ഉണ്ട്. ലിഥിയം പ്രൈസ് സ്പൈക്സ് 2022-ൽ BYDയുടെ പ്രോഫിറ്റ് മാർജിൻസ് സ്ക്വീസ് ചെയ്തു. ഗ്ലോബൽ റിസെഷൻ ഫിയേഴ്സ് 2023-ൽ സെയിൽസ് ഗ്രോത്ത് സ്ലോ ചെയ്തു. എങ്കിലും BYD ഇക്കണോമിക് റെസിലിയൻസ് കാണിക്കുന്നു. BYDയുടെ ഇന്നവേഷൻ ജേർണി ഒരു ടൈംലൈൻ ആയി നോക്കാം. 1995-ൽ വാങ് ചുവാൻഫു ബാറ്ററി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മൊബൈൽ ഫോൺ ബാറ്ററീസ് ആയിരുന്നു ഫോക്കസ്. 2003-ൽ ഓട്ടോമോട്ടീവ് എൻട്രി ഉണ്ടായി. F3 കമ്പസ്റ്റൻ കാർ ലോഞ്ച് ചെയ്തു. 2008-ൽ F3DM പ്ലഗ് ഇൻ ഹൈബ്രിഡ് മാർക്കറ്റിലേക്ക് വന്നു. EV ഈറ തുടങ്ങി. 2010-ൽ E6 ഫുൾ ഇലക്ട്രിക് കാർ ഡെബ്യൂ ചെയ്തു. ടാക്സി ഫ്ലീറ്റ്സിന് ഹിറ്റ് ആയി. 2016-ൽ ഡൈനാസ്റ്റി സീരീസ് ഹാൻ ടാങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിസൈൻ ടെക് ലീബ് ഫോർവേഡ് ആയി. 2020-ൽ ബ്ലേഡ് ബാറ്ററി അൺവീലിംഗ് ഒരു ടേണിംഗ് പോയിന്റ്. സേഫ്റ്റി, കോസ്റ്റ് റീഡിഫൈൻഡ്. 2021-ൽ ഈ പ്ലാറ്റ്ഫോം 3.0 ലോഞ്ച് ചെയ്തു. എഫിഷ്യൻസി ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്തു. 2023-ൽ യാങ്വാങ് ലക്ഷറി ബ്രാൻഡ് ഡെബ്യൂ ചെയ്തു. U8 ഓഫ് റോഡ് EV $150,000 സെഗ്മെന്റിലേക്ക് കടന്നു. 2024-ൽ ഇൻ വീൽ മോട്ടോർ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ജെൻ ടെക് പ്രിവ്യൂ ആയി. ഓരോ സ്റ്റെപ്പിലും BYD ഇന്നവേഷൻ പേസ് ആക്സലറേറ്റ് ചെയ്തു. ടെസ്ലയെ മാച്ച് ചെയ്തു. BYDയെ ടെസ്ലയുമായി കമ്പയർ ചെയ്യാതെ ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവില്ല. ടെസ്ല 2003-ൽ സ്റ്റാർട്ട് ചെയ്തു. BYD 1995-ൽ ബാറ്ററിയിൽ തുടങ്ങി 2003-ൽ ഓട്ടോമോട്ടീവിലേക്ക് വന്നു. ടെസ്ല ഫുള്ളി ഇലക്ട്രിക് മാത്രമാണ്. 2024-ൽ 1.8 മില്യൺ BEVs വിറ്റു. BYD ഹൈബ്രിഡ്സ് പ്ലസ് EVs വിൽക്കുന്നു. 4.2 മില്യൺ യൂണിറ്റ്സ് 2024-ൽ. ടെസ്ലയുടെ ആവറേജ് പ്രൈസ് $45,000 ആണ്. BYDയുടേത് $20,000 താഴെ. അഫോർഡബിലിറ്റി BYDയുടെ എഡ്ജ്. ടെക്നോളജിയിൽ ടെസ്ല ഓട്ടോപൈലറ്റിന് ലീഡുണ്ട്. ലെവൽ 2+ ഓട്ടോണമി മച്യൂർ ആണ്.
BYDയുടെ ഡി പൈലറ്റ് ക്യാച്ചിങ് അപ്പ് ആണ് ലെവൽ 4 ടാർഗറ്റ് 2027. ടെസ്റ്റ് തേർഡ് പാർട്ടി ബാറ്ററീസ് പാനസോണിക് CATL ഉപയോഗിക്കുന്നു. BYD ബ്ലേഡ് ബാറ്ററി ഇൻ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കോസ്റ്റ് കൺട്രോൾ BYDക്ക് അഡ്വാൻറ്റേജ്. മാർക്കറ്റിൽ ടെസ്ല യൂറോപ്പിൽ സ്ട്രോങ് ആണ്. BYD ചൈന എമർജിംഗ് മാർക്കറ്റ്സിൽ ഡോമിനേറ്റ് ചെയ്യുന്നു. ബ്രാൻഡ് വാല്യൂവിൽ ടെസ്ല ലക്ഷറി ഐക്കണാണ്. BYD പ്രാക്ടിക്കൽ ചോയ്സ് ആയി നിൽക്കുന്നു. പ്രൊഡക്ഷനിൽ BYD അഹെഡ് ടെസ്ലയെ 2023 ഓവർടേക്ക് ചെയ്തു. രണ്ടും EV പയനിയേഴ്സ്, പക്ഷേ അപ്രോച്ചസ് ഡിഫറന്റ് ആണ്. BYDയുടെ വിജയത്തിന് പിന്നിൽ അവരുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു അത്ഭുതകരമായ ഘടകമാണ്. ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊഡക്ഷൻ റോ മെറ്റീരിയൽസ് മുതൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വരെ ഒരു സീംലെസ് പ്രോസസ് ആവശ്യമാണ്. BYD ഈ മേഖലയിൽ വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എടുത്തു, എല്ലാം തങ്ങളുടെ കൺട്രോളിൽ നിർത്തി. ലിഥിയം, കോബാൾട്ട്, നിക്കൽ പോലുള്ള ബാറ്ററി മെറ്റീരിയൽസിന്റെ സോഴ്സിംഗ് മുതൽ മാനുഫാക്ചറിംഗ് വരെ BYD മാനേജ് ചെയ്യുന്നു. ചൈനയിലെ ലിഥിയം മൈൻസിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. തേർഡ് പാർട്ടി സപ്ലയേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്ന ടെസ്ലയിൽ നിന്ന് വ്യത്യസ്തമായി. 2022 ഗ്ലോബൽ ലിഥിയം ഷോർട്ടേജ് ഉണ്ടായപ്പോൾ BYD റെസിലിയൻസ് കാണിച്ചു. ലോങ് ടൈം കോൺട്രാക്ട്സും ഇൻ ഹൗസ് പ്രൊഡക്ഷനും ഉപയോഗിച്ച് കോസ്റ്റ് സ്പൈക്സ് മിറ്റിഗേറ്റ് ചെയ്തു. ബ്ലേഡ് ബാറ്ററിയുടെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് LFP കെമിസ്ട്രി കോബാൾട്ട് ഡിപെൻഡൻസി കുറച്ചു. സപ്ലൈ ചെയിൻ റിസ്ക്സ് മിനിമൈസ് ചെയ്തു. BYDയുടെ ഷെൻഷൻ ഫാക്ടറീസ് 24/7 ഓപ്പറേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിംഗ് എൻഷുർ ചെയ്ത് ഡിലേസ് അവോയ്ഡ് ചെയ്യുന്നു. ലോജിസ്റ്റിക്സിലും BYD എഫിഷ്യന്റ് ആണ്. 2023 BYD റോൾ ഓഫ് RORO ഷിപ്സ് പർച്ചേസ് ചെയ്തു. വെഹിക്കിൾസ് ഓവർസീസ് മാർക്കറ്റ്സിലേക്ക് ഫാസ്റ്റർ ഷിപ്പിംഗ് എനേബിൾ ചെയ്തു. ഹംഗറി, ബ്രസീൽ പ്ലാന്റ്സ് ലോക്കൽ സോഴ്സിംഗ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് കോസ്റ്റ് കുറച്ചു. സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, COVID-19 ചിപ്പ് ഷോർട്ടേജസ് സമയത്ത് BYD സെമികണ്ടക്ടർ ഡിവിഷൻ IGBT ചിപ്സ് പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡക്ഷൻ അൺഇന്ററപ്റ്റഡ് ആയി നിന്നു. ഈ സപ്ലൈ ചെയിൻ മാസ്റ്ററി BYDയെ സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. BYDയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഇനിഷ്യേറ്റീവ്സ് അവരെ ഒരു റെസ്പോൺസിബിൾ ഗ്ലോബൽ സിറ്റിസനാക്കി. എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഒരു കോർ ഫോക്കസ് ആണ്. 2022 BYD കൂൾ ദി എർത്ത് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് കാമ്പയിൻ ലോഞ്ച് ചെയ്തു. EV അഡോഷൻ വഴി ഗ്ലോബൽ വാർമിംഗ് കോമ്പാറ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടു. സ്കൂൾസ്, കോളേജസ് എന്നിവയിൽ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു. സ്റ്റുഡൻസിനെ ഗ്രീൻ ടെക്കിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്തു. ചൈനയിൽ BYD റൂറൽ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഹുയി, വാങ് ചുവാൻഫുവിന്റെ ഹോം ടൗൺ ഉൾപ്പെടെ ഗ്രാമങ്ങളിൽ സോളാർ പവേഡ് ചാർജിംഗ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തു. ഫാർമേഴ്സിന് ക്ലീൻ എനർജി ആക്സസ് നൽകി. 2023 BYD $50 മില്യൺ ഡൊണേറ്റ് ചെയ്തു. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പ്രോജക്ട്സ് ഫണ്ട് ചെയ്തു. ഷെൻഷനിൽ എംപ്ലോയി വെൽഫെയർ ഒരു പ്രയോറിറ്റിയാണ്. സബ്സിഡൈസ്ഡ് ഹൗസിംഗ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഗ്ലോബലി BYD ഡിസാസ്റ്റർ റിലീഫ് എഫ്റ്റ്സിൽ ആക്റ്റീവാണ്. 2024 ബ്രസീൽ ഫ്ലഡ്സിന് ശേഷം BYD ഇലക്ട്രിക് ബസ്സസ് ഫ്രീ ട്രാൻസ്പോർട്ടിന് ഡൊണേറ്റ് ചെയ്തു. ഇന്ത്യയിൽ COVID-19 സമയത്ത് ഹോസ്പിറ്റൽസിന് EV ആംബുലൻസസ് സപ്ലൈ ചെയ്തു. CSR റിപ്പോർട്ട്സ് പ്രകാരം BYD ആനുവൽ ബജറ്റിന്റെ 2% സോഷ്യൽ കോസസിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു. ബ്രാൻഡ് ഇമേജ് സ്ട്രെങ്തൻ ചെയ്തു. ക്രിട്ടിക്സ് പറയുന്നു ഇത് PR സ്റ്റണ്ട് ആണെന്ന്, പക്ഷേ ഇമ്പാക്ട് അൺഡിനേബിൾ ആണ്. BYDയുടെ റൈസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയെ ട്രാൻസ്ഫോം ചെയ്തു. ട്രഡീഷണൽ കാർ മേക്കേഴ്സ് പോലുള്ള ടൊയോട്ട, GM, ഫോർഡ് എന്നിവ EVസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഫോഴ്സ്ഡ് ആയി. BYDയുടെ സക്സസ് വേക്ക് അപ്പ് കോളായി. 2020 ഡെട്രോയിറ്റിന്റെ ബിഗ് 3 EV ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ചെയ്തു. BYDയുടെ അഫോർഡബിൾ പ്രൈസിംഗ് ബെഞ്ച്മാർക്കായി. ചൈനയിൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഡിക്ലൈൻ ആക്സലറേറ്റ് ചെയ്തു. BYDയുടെ ഹൈബ്രിഡ് പ്ലസ് EV ഡോമിനൻസ് കാരണം. ബാറ്ററി ടെക്നോളജിയിൽ BYDയുടെ ബ്ലേഡ് ബാറ്ററി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. LFP ബാറ്ററീസ് സേഫർ, ചീപ്പർ ആയതിനാൽ CATL, LG Chem പോലുള്ള കോമ്പറ്റിറ്റേഴ്സ് LFP പ്രൊഡക്ഷൻ സ്കെയിൽ ചെയ്തു. ടെസ്ല 2023 LFP ബാറ്ററീസ് അഡോപ്റ്റ് ചെയ്തു. BYDയുടെ ഇൻഫ്ലുവൻസ് ക്ലിയർ ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇലക്ട്രിഫിക്കേഷനും BYD പയനീർ ചെയ്തു. ഇലക്ട്രിക് ബസ്സസ് ഇൻഡസ്ട്രി നോമായി മാറി. ലണ്ടനിലെ റെഡ് ബസ്സസ് പോലും ഇലക്ട്രിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്തു. BYDയുടെ ബ്ലൂപ്രിന്റ് ഫോളോ ചെയ്തു. സ്റ്റാർട്ടപ്സിന് BYD ഇൻസ്പിരേഷനായി. NIO, റിവിയൻ പോലുള്ള കമ്പനീസ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ സ്റ്റഡി ചെയ്തു. ഇൻഡസ്ട്രി അനലിസ്റ്റ്സ് പറയുന്നു BYDയുടെ സ്കെയിൽ ലെഗസി ഓട്ടോമേക്കേഴ്സിനെ ഡിസ്റപ്റ്റ് ചെയ്തു. ഫ്യൂച്ചർ മൊബിലിറ്റി റീഡിഫൈൻ ചെയ്തു. BYDയുടെ അച്ചീവ്മെന്റ്സ് അവാർഡ്സും റെക്കഗ്നിഷനും വഴി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2010 ടൈം മാഗസിൻ വാങ് ചുവാൻഫുവിനെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ബാറ്ററി ടു EV വിഷൻ പ്രൈസ് ചെയ്തു. 2016 BYD ടോപ്പ് EV മാനുഫാക്ചറർ അവാർഡ് ചൈനയിൽ നേടി. സെയിൽസ് ലീഡർഷിപ്പ് റെക്കഗ്നൈസ് ചെയ്തു. 2020 ബ്ലേഡ് ബാറ്ററി ലോഞ്ചിന് ഇന്നവേഷൻ ഓഫ് ദി ഇയർ ടൈറ്റിൽ CES കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോ നൽകി. 2023 BYD ഗ്ലോബൽ EV ലീഡർ അവാർഡ് വേൾഡ് ഇലക്ട്രിക് വെഹിക്കിൾ അസോസിയേഷനിൽ നിന്ന് സ്വീകരിച്ചു. ടെസ്ലയെ ഓവർടേക്ക് ചെയ്തതിന്. നോർവേയിൽ ടാങ് EV ബെസ്റ്റ് SUV ഓഫ് ദി ഇയർ
ആയി സെലക്ട് ചെയ്യപ്പെട്ടു. യൂറോപ്യൻ അക്സാഡൻസ് മാർക്ക് ചെയ്തു. ജെ.ഡി. പവർ 2023 സർവേയിൽ BYD ചൈനയിൽ ഹയസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നേടി. ഫോർബ്സ് വേൾഡ്സ് മോസ്റ്റ് ഇന്നവേറ്റീവ് കമ്പനീസ് ലിസ്റ്റിൽ 2024-ൽ BYD 5th റാങ്ക് സെക്യൂർ ചെയ്തു. ടെസ്ലയുടെ പിന്നിൽ മാത്രം. ഈ റെക്കഗ്നിഷൻസ് BYDയുടെ ക്രെഡിബിലിറ്റി സോളിഡിഫൈ ചെയ്തു. BYDയുടെ സോൾ വാങ് ചുവാൻഫുവിന്റെ വിഷനിലാണ്. ആൻവിയിൽ ഒരു പുവർ ഫാർമേഴ്സ് സൺ ആയി ജനിച്ച വാങ് ഒരു ഓർഫൻ ആയി വളർന്നു. എൽഡർ സിബ്ലിംഗ്സിന്റെ സപ്പോർട്ടിൽ സെൻട്രൽ സൗത്ത് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി പഠിച്ചു. ബീജിംഗിൽ ബാറ്ററി ടെക്നിക്കിൽ മാസ്റ്റേഴ്സ് നേടി. 1995-ൽ BYD സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ ഡ്രീം ക്ലീൻ എനർജി റെവല്യൂഷൻ ആയിരുന്നു. ബാറ്ററീസ് മുതൽ വെഹിക്കിൾസ് വരെ എന്ന വിഷൻ വാങ്ങിന്റെ ജീനിയസ് ആണ്. വാങ് റിസ്ക് ടേക്കറാണ്. 2003-ൽ ഓട്ടോമോട്ടീവിലേക്ക് ലീബ് എടുത്തത് ബോൾഡ് മൂവ് ആയിരുന്നു. ബഫറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂർ ചെയ്തത് വാങ്ങിന്റെ നെഗോഷിയേഷൻ സ്കിൽസ് കാണിച്ചു. 2020-ൽ ബ്ലേഡ് ബാറ്ററി ബെറ്റ് പേ ഓഫ് ചെയ്തു. വാങ്ങിന്റെ ഫോർസൈറ്റ് വാലിഡേറ്റ് ചെയ്തു. എംപ്ലോയീസ് വാങ്ങിനെ വിഷണറി ഡിക്റ്റേറ്റർ എന്ന് വിളിക്കുന്നു. സ്ട്രിക്റ്റ് പക്ഷേ ഇൻസ്പയറിംഗ്. 2023-ൽ വാങ് ചൈനയിലെ റിച്ചസ്റ്റ് ഓട്ടോ ടൈഗൂണായി. $20 ബില്യൺ നെറ്റ് വർത്ത്. വാങ്ങിന്റെ ലെഗസി സസ്റ്റൈനബിലിറ്റിയാണ്. ചൈനയെ ഗ്രീൻ പവർ ഹൗസ് ആക്കണം എന്ന ഗോൾ അവർ പർസ്യൂ ചെയ്യുന്നു. റിട്ടയർമെന്റ് റൂമേഴ്സ് ഡിസ്പൈറ്റ് വാങ് ആക്റ്റീവ് ആണ്. BYDയെ 2030-ലേക്ക് ലീഡ് ചെയ്യുന്നു. BYD വാങ്ങിന്റെ ഡ്രീമിന്റെ എംബോഡിമെന്റ് ആണ്. BYDയുടെ ഈ അത്ഭുതകരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ഈ കഥ ഒരു തുടക്കം മാത്രമാണ്. ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യവും ലോകത്തെ മാറ്റിമറിച്ച ഒരു ലെഗസിയുടെ തുടർച്ചയും. 1995-ൽ ഷെൻഷനിന്റെ ഒരു ചെറിയ ഓഫീസിൽ വാങ് ചുവാൻഫു തുടങ്ങിയ ഈ ബാറ്ററി കമ്പനി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചററായി മാറി. ബിൽഡ് യുവർ ഡ്രീംസ് എന്ന പേര് പോലെ BYD സ്വപ്നങ്ങളെ കെട്ടിപ്പടുത്ത് ഒരു ഗ്രീൻ റെവല്യൂഷന്റെ ഫോർഫ്രണ്ടിലെത്തി. ഇലോൺ മസ്കിന്റെ 2011-ലെ പരിഹാസം മറികടന്ന് ടെസ്ലയെ തോൽപ്പിച്ച ഈ കമ്പനി ഇമ്പോസിബിലിറ്റിനെ പോസിബിലിറ്റി ആക്കി മാറ്റി. BYDയുടെ വിജയം ഒരു ഓവർനൈറ്റ് മിറക്കിൾ അല്ല. ഡെക്കേഡ്സ് ഓഫ് ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, സ്ട്രാറ്റജിക് ബ്രില്യൻസ് എന്നിവയുടെ ഫലമാണ്. ബ്ലേഡ് ബാറ്ററിയുടെ ഇൻവെൻഷൻ മുതൽ ഈ പ്ലാറ്റ്ഫോം 3.0ന്റെ എഫിഷ്യൻസി വരെ BYD ടെക്നോളജിയിൽ പുതിയ ബെഞ്ച്മാർക്സ് സെറ്റ് ചെയ്തു. ഹാൻ EV, ടാങ് EV, സീഗിൾ പോലുള്ള മോഡൽസ് ലോകമെമ്പാടും ബയേഴ്സിനെ കോൺവർ ചെയ്തു. ചൈനയിൽ നിന്ന് യൂറോപ്പ്, ബ്രസീൽ, തായ്ലൻഡ് വരെ വ്യാപിച്ച ഈ ഗ്ലോബൽ ജയന്റ് ഇക്കണോമിക് ഗ്രോത്തിനും എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്കും കാറ്റലിസ്റ്റായി. 2024-ൽ 4.2 മില്യൺ വെഹിക്കിൾസ് വിറ്റ് BYD ഓട്ടോമോട്ടീവ് ഹിസ്റ്ററി റീറൈറ്റ് ചെയ്തു. ഒരു ലെഗസി ലോകം മറക്കില്ല. പക്ഷേ BYDയുടെ യാത്ര ചലഞ്ചസ് ഇല്ലാതെയല്ല. കോമ്പറ്റീഷൻ, സപ്ലൈ ചെയിൻ റിസ്ക്സ്, ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് എന്നിവ ഓവർകം ചെയ്താണ് അവർ ഇവിടെ എത്തിയത്. വാറൻ ബഫറ്റിന്റെ ട്രസ്റ്റ് മുതൽ ടൊയോട്ടയുമായുള്ള പാർട്ണർഷിപ്പ് വരെ BYD കോളാബറേഷന്റെ ശക്തി ഹാർനസ് ചെയ്തു. 7 ലക്ഷം എംപ്ലോയീസിന്റെ ഡെഡിക്കേഷനും വാങ് ചുവാൻഫുവിന്റെ വിഷനും BYDയെ അൺസ്റ്റോപ്പബിൾ ആക്കി. CSR ഇനിഷ്യേറ്റീവ്സ് വഴി കമ്മ്യൂണിറ്റീസിനെ അപ്ലിഫ്റ്റ് ചെയ്ത് ഇൻഡസ്ട്രിയെ ട്രാൻസ്ഫോം ചെയ്ത് BYD ഒരു കോർപ്പറേറ്റ് മോഡൽ ആയി മാറി. ഭാവിയിലേക്ക് നോക്കുമ്പോൾ BYDയുടെ പൊട്ടൻഷ്യൽ ലിമിറ്റ്ലെസ് ആണ്. ഓട്ടോണമസ് ഡ്രൈവിംഗ്, ഹൈഡ്രജൻ ടെക്, എമർജിംഗ് മാർക്കറ്റ്സ് ഈ മേഖലകളിൽ BYD പയനിയറാവും. കാർബൺ ന്യൂട്രാലിറ്റി എന്ന ഗോൾ ലോകത്തിന് ഇൻസ്പിരേഷനാണ്. ഈ കമ്പനി പ്രൂവ് ചെയ്തത് ടെക്നോളജി, ഡിറ്റർമിനേഷൻ എന്നിവയാൽ ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. BYDയുടെ കഥ ഒരു ബിസിനസ് ട്രയംഫ് മാത്രമല്ല, ഹോപ്പിന്റെ സിംബലുമാണ്. ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. BYDയെക്കുറിച്ചുള്ള ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി. ഇനിയും എക്സൈറ്റിംഗ് സ്റ്റോറീസ് നായി കാത്തിരിക്കൂ.